പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. റിവേറ അത് ഫലസ്തീനികൾ നിർമ്മിക്കും അറബ് രാജ്യങ്ങളുടെ മേൽനോട്ടത്തിലെന്ന് അറബ് രാജ്യങ്ങൾ വ്യക്തമാക്കിയാണ്. പ്രത്യേകിച്ചും അറബ് ലീഗിൻ്റെ UN-ലെ നേതാവ് താരിഖ് അൽ ബന്ന പറയുന്നു, നേരത്തെ ഇങ്ങനെയൊക്കെ ഇസ്രായേൽ ഫലസ്തീൻ അക്രമ സമയത്ത് നശിപ്പിച്ച് കടന്നുപോയോ അപ്പോഴൊക്കെ പുനർദീപിച്ചത് ഗസയെ മുൻനിർത്തി അല്ലെങ്കിൽ ഫലസ്തീനികളെ മുൻനിർത്തി അറബ് രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ റിവേറയെങ്കിൽ റിവേറെ, കടലോര തുറമുഖ പ്രദേശമെങ്കിൽ തുറമുഖ നഗരം, അത് ഫലസ്തീനികളെ മുൻനിർത്തി അറബ് രാജ്യങ്ങളെ പുനർനിർമ്മിക്കുമെന്ന് അറബ് ലീഗിൻ്റെ UN-ലെ നേതാവ് താരിഖ് അൽ ബന്നയുടെ പ്രസ്താവന ഉണ്ടാകുന്നതായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ നിമിഷങ്ങൾ. പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചിരുന്നു, ഗസയിൽ നിന്ന് ജനങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിക്കും, അവിടെ നിന്ന് ഒഴിപ്പിച്ചതിന് ശേഷം അവിടെ ഒരു റിവേറ കടലോര തുറമുഖ നഗരം സൃഷ്ടിക്കും, ലോക ടൂറിസം തലസ്ഥാനമാക്കുമെന്നൊക്കെ രീതിയിലുള്ള പ്രസ്താവന ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് 27-ന് ചേരുന്ന അറബ് ലീഗിൻ്റെ തീരുമാനവും എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരികയാണ്. ഒരു റിവേറ ഉണ്ടായേക്കാം. ഗസയുടെ ഈ റിവേറ അഥവാ കടലോര തുറമുഖ നഗരം എന്ന അമേരിക്കയുടെ നിർദ്ദേശം ഒരുപക്ഷെ അറബ് രാജ്യങ്ങൾ ഏറ്റെടുത്തേക്കാം. പക്ഷേ ഗസക്കാരെ ഗസയിൽ നിന്നും ഒഴിപ്പിക്കില്ല. അവിടെ ഗസക്കാരെ നിർത്തിക്കൊണ്ട് തന്നെ അവിടെ ഒരു തുറമുഖ നഗരം ആ അറബ് രാജ്യങ്ങളുടെ സഹായ സഹകരണത്തിലൂടെ ഉയരും എന്ന രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും അറബ് ലീഗിൻ്റെ UN-ലെ നേതാവായ താരിഖ് അൽ ബന്നയുടെ പ്രസ്താവന ഈ രീതിയിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അമേരിക്ക പറയുന്നത് പോലെ ഗസയിൽ നിന്നും അവിടെ ഒരു ഒഴിപ്പിക്കലുണ്ടാകില്ല, മറിച്ച് അവിടെ ഒരു റിവേറ പണിയും. പക്ഷേ ഗസക്കാരെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് നേരത്തെ എങ്ങനെ ഇസ്രായേൽ ഗസയിലും അതുപോലുള്ള പ്രദേശങ്ങളിലും കടന്നു കയറി അവരുടെ കെട്ടിടങ്ങളും ആശുപത്രികളും സ്കൂളുകളും ഒക്കെ പൂർണ്ണമായി നശിപ്പിച്ചോ, അപ്പോൾ എങ്ങനെയാണ് അവരുടെ സഹോദര രാജ്യങ്ങളായ അറബ് രാജ്യങ്ങൾ അത് പുനഃസൃഷ്ടിക്കുന്നത്, അതുപോലെ തന്നെ ഗസക്കാരെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ പുനഃസൃഷ്ടി നടത്തുമെന്ന രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും വേറൊരു പ്രത്യേകത കൂടി ഈ ദിവസങ്ങളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഡെഡ് ലൈൻ അവസാനിക്കുന്ന ദിവസമാണ് ശനിയാഴ്ച കടന്നുപോയത്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വീമ്പിളക്കുന്നത് പോലെ ട്രംപ് പറഞ്ഞത് പൂർണ്ണമായ ബന്ദികളുടെ മോചനമാണ്, അല്ലെങ്കിൽ ഗസ ആക്രമിക്കുമെന്നാണ്. പക്ഷേ ഹമാസ് പൂർണ്ണ ബന്ദികളുടെ മോചനം സാധ്യമാക്കിയിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ 3 ബന്ദികളെയാണ് മോചിപ്പിച്ചിരിക്കുന്നത് എന്ന വാർത്ത കൂടി ഈ അവസരത്തിൽ പുറത്തു വരികയാണ്. എന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ആ ഡെഡ് ലൈനിൻ്റെ തീവ്രത നിലനിൽക്കുമോ, അദ്ദേഹം ഭയപ്പെടുമോ എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന നിമിഷം കൂടിയാണിത്. കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിക്ക് അനുസരിച്ചല്ല ബന്ദികളെ മോചിപ്പിച്ചിരിക്കുന്നത്, മറിച്ച് നേരത്തെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞാൽ 3 ബന്ദികളെയാണ് മോചിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന് കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ബന്ദിമോചന സമയത്ത് ഫലസ്തീനി ബന്ദികളെ ധരിപ്പിച്ചിരുന്ന ടീഷർട്ടുകളാണ്. ഞങ്ങൾ മറക്കുകയില്ല, ഞങ്ങൾ പൊരുക്കുകയില്ല എന്നീ വാക്യങ്ങൾ എഴുതിയ ടീഷർട്ടുകൾ, ഇസ്രായേലിൻ്റെ ദേശീയ ചിഹ്നമായ നക്ഷത്ര ചിഹ്നം പതിച്ച ടീഷർട്ടുകൾ ധരിപ്പിച്ചാണ് ഫലസ്തീനിലെ ബന്ദികളെ, ഫലസ്തീനിൽ നിന്ന് ഇസ്രായേൽ പഠിച്ചുകൊണ്ടുവന്ന ബന്ദികളെ മോചിപ്പിച്ചത് എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ബന്ദികൾ ഫലസ്തീനിലെത്തിയതിനു ശേഷം ഈ ടീഷർട്ടുകൾ കത്തിച്ചു കളയുന്ന രംഗങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിലനിൽക്കുന്നു. മറ്റൊന്ന് കൂടിയുണ്ട്. വത്തിക്കാൻ്റെ ഏറ്റവും തീവ്രമായി തന്നെ അവർ ഫലസ്തീനെ അനുകൂലിക്കുന്നു എന്ന രീതിയിൽ വീണ്ടും വാർത്തകൾ പുറത്തു വരികയാണ്. ലോക ക്രൈസ്തവ സഭയുടെ തലസ്ഥാനമായി വത്തിക്കാൻ മനുഷ്യത്വപരമായ സമീപനങ്ങളാൽ വീണ്ടും പ്രശംസ പിടിച്ചു പറ്റുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറ്റലി വത്തിക്കാൻ കൂടിക്കാഴ്ചയിൽ ഇറ്റലിയുടെ വത്തിക്കാൻ്റെ കർദിനാൾ തിയട്രോ പരോൾ എന്ന് പറയുന്ന സ്റ്റേറ്റ് സെക്രട്ടറി, കർദിനാളാണ് അദ്ദേഹം, നമുക്കറിയാവുന്നതുപോലെ വത്തിക്കാൻ ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി പദവി വഹിക്കുന്ന കർദിനാൾ തിയാഡോ പരോൾ പറയുന്നു, ഗസക്കാർ എവിടെയും പോകുന്നില്ല, ഗസക്കാർ എവിടെയും പോകേണ്ട ആവശ്യമില്ല, ഗസയിലെ പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങളെ യാതൊരു തീരുമാനത്തെയും വത്തിക്കാനും പോപ്പും എതിർക്കും എന്ന് അടിവരയിട്ട് പറയുകയാണ് വത്തിക്കാൻ. ഒരിക്കൽ കൂടി ദ്വിരാഷ്ട്ര ഫോർമുലയാണ്, ഫലസ്തീനും ഇസ്രായേലും സ്വതന്ത്രമായിക്കൊണ്ടുള്ള ദ്വിരാഷ്ട്ര ഫോർമുലയാണ് ഗസയും ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായതും ഏറ്റവും ദൃഢമായതും ഏറ്റവും പര്യാപ്തവുമായതുമായ നടപ്പാക്കുവാൻ പറ്റുന്നതുമായ ഇരു രാജ്യങ്ങളും സമാധാനപൂർണ്ണമായി വർദ്ധിക്കുന്നതിനും ആവശ്യമായ കാര്യമെന്ന് വെച്ചാൽ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കുകയാണ് എന്ന് സ്റ്റേറ്റ് സെക്രട്ടറി വത്തിക്കാൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ക്രൈസ്തവ സഭയുടെ ലോക ക്രൈസ്തവ സഭയുടെ കത്തോലിക്ക സഭയുടെ
സ്റ്റേറ്റ് സെക്രട്ടറി, വത്തിക്കാൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി തിയാറോ പറോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി ഈ അവസരത്തിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്ത ദിവസങ്ങളിലും കൂടുതൽ ശക്തമായി തന്നെ ഫലസ്തീൻ അനുകൂല മനോഭാവമായി മുന്നോട്ട് വരുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇതോടനുബന്ധിച്ച് ഇസ്രായേലിലെ ജെറുസലേമിലെ തീവ്ര വിഭാഗം റഗ്ബികൾ അദ്ദേഹത്തിന് കത്തയച്ചതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. കത്തോലിക്ക സഭ അവരുടെ ചരിത്രപരമായി തന്നെ ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അത് ദോഷകരമായി ബാധിക്കുമെന്നും അതിൽ നിന്ന് മാറണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ചില റഗ്ബികൾ ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സന്ദേശം അയച്ചതായിട്ടുമുള്ള റിപ്പോർട്ടുകളും ഈ അവസരത്തിൽ പുറത്തു വരികയാണ്. നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ സംഘി കൃസംഘി ചാനലുകൾ ഗസയിലെ പോരാട്ടങ്ങളെ അത് മാനുഷികമല്ലാത്ത തലങ്ങളിൽ നിന്ന് വീക്ഷിക്കുകയാണ് മിക്കപ്പോഴും. അതൊരു ജാതിയുടെ മതത്തിൻ്റെയൊക്കെ വർണ്ണം കലർത്തി അവിടെ നടക്കുന്നത് തീവ്രവാദ പോരാട്ടങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇകഴ്ത്തുമ്പോഴാണ് ലോക ക്രൈസ്തവ സഭയുടെ തലസ്ഥാനത്ത് നിന്ന് ലോകത്തെ ഏറ്റവും പരമോന്നത നേതാവ് ജോൺ പോൾ മാർപ്പാപ്പയുടെയൊക്കെ നേതൃത്വത്തിൽ അവിടെ ഗസയിലെ പോരാട്ടങ്ങൾക്ക്, സ്വതന്ത്ര സമര പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വെക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ ക്രിസ്മസ് സമയത്തും അവിടെ വത്തിക്കാനിൽ നടന്ന ക്രിസ്മസ് ചടങ്ങുകൾ അല്ലെങ്കിൽ അഥവാ തിരുശേഷി പിറവി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൊക്കെ ഉണ്ണിയേശുവിൻ്റെ ശരീരം പുതപ്പിച്ച് കിടത്തിയിരുന്നത് ഫലസ്തീനുകളുടെ പൈതൃകത്തിൻ്റെ പ്രതീകമായ കഫിയ എന്ന് പറയുന്ന സ്കാർഫ് ഉപയോഗിച്ചാണ്. അറബികളൊക്കെ ധരിക്കുന്ന കഫിയ എന്ന് പറയുന്ന സ്കാർഫ് ഉപയോഗിച്ചാണെന്ന് പറയുമ്പോൾ ആ പരിപൂർണമാകുന്ന ഒരു സ്വതന്ത്ര വാഴ്ചയുള്ള അല്ലെങ്കിൽ ഫലസ്തീനോട് ഐക്യദാർഢ്യപ്പെടുന്ന ഒരു സമീപനം വത്തിക്കാൻ അന്നും ഇന്നും എടുത്തിട്ടുണ്ട് എന്ന ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ചും ജോൺ പോൾ മാർപ്പാപ്പയുടെ പ്രസ്താവന എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഫലസ്തീനിൽ നടക്കുന്നത് ഏകപക്ഷീയമായ വംശീയ ഉന്മൂലനമാണ്, അതിനെപ്പറ്റി അന്വേഷണം നടക്കണമെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങളും എപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് സയനിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളെയൊക്കെ വല്ലാതെ വിരൽ പിടിപ്പിക്കാറുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലും അമേരിക്കയുടെ ചില വിദേശ വിദഗ്ധർ അദ്ദേഹത്തിൻ്റെ ഈ ഫലസ്തീൻ അനുകൂല നിലപാടുകളെ വിമർശിച്ചിരുന്നു. അത്തരം കാര്യങ്ങൾ നോക്കുവാൻ ഞങ്ങളുണ്ടെന്ന രീതിയിലൊക്കെ വിമർശനം ഉയർത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം വെച്ചു പുലർത്തുന്ന നീതിപൂർവമായ സമീപനങ്ങൾ അത് ശ്ലാഘനീയം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെ അല്ലെങ്കിൽ രണ്ട് മതങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തിൻ്റെ അല്ലെങ്കിൽ ജൂത ക്രൈസ്തവ മുസ്ലിം മതങ്ങളുടെ പുണ്യകേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജെറുസലേം അതുപോലെ ഇസ്രായേൽ മുതലായ സ്ഥലങ്ങളിലേക്ക് സമാധാനം വരേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം മനസ്സിലാക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെന്ന് പറയുന്നത് നിരാഷ്ട്രവാദമാണ്. ഫലസ്തീനും ഇസ്രായേലും രണ്ടു രാജ്യങ്ങളായി മാറി അവിടെ ജനങ്ങൾ സ്വതന്ത്രരായി വർദ്ധിക്കുന്ന ഒരു നല്ല കാലഘട്ടമാണ്. ഈ സമാധാനപരമായ ജീവിതം പുലരുവാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൽക്കാലം ഈ അവലോകനമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക.